മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പെരുമ്പാവൂരിൽ സ്വകാര്യ ബസ്സുകൾ പരിശോധിച്ചു. ഡ്രൈവർമാർക്ക് പ്രത്യേക ബോധവൽക്കരണവും നൽകി. മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുൻനിർത്തിയായിരുന്നു പരിശോധനകൾ. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ സ്വകാര്യ ബസ്സുകളിൽ പരിശോധന നടത്തി. മഴക്കാലത്തെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, അപകട സാധ്യതകൾ നിയന്ത്രിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു പരിശോധന. സ്പീഡ് ഗവർണർ, ഗ്ലാസുകളുടെ സുതാര്യത, ലൈറ്റുകളുടെ പ്രവർത്തനക്ഷമത, വൈപ്പർ എന്നിവയെല്ലാം ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വിലയിരുത്തി. നമ്മുടെ സെൻട്രൽ സോൺ 2 ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഓഫീസുകളിലും പ്രൈവറ്റ് ബസ്സുകളുടെ പരിശോധന നടത്തുന്നുണ്ട്. മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് പ്രത്യേകമായിട്ടും നമ്മൾ പരിശോധനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് എറണാകുളം, ആലുവ, പെരുമ്പാവൂർ മുതലുള്ള എല്ലാ സ്ഥലങ്ങളിലും, എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും, ഇതുകൂടാതെ ഇടുക്കി, കോട്ടയം മുതലുള്ള ജില്ലകളിലും ഈ പരിശോധന നടത്തുന്നുണ്ട്. അതായത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലെ ഗ്ലാസിൻ്റെ സുതാര്യത നോക്കുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള നമ്മുടെ സ്പീഡ് ഗവർണർ, അതുപോലെ തന്നെ ലൈറ്റുകൾ, വൈപ്പർ, അതുപോലുള്ള കാര്യങ്ങൾ ഈ പരിശോധനകളിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഓവർ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എല്ലാ വണ്ടികളിലും സ്പീഡ് ഗവർണറുണ്ട്. ചില സമയങ്ങളിൽ അനുയോജ്യമല്ലാത്ത സ്പീഡുകൾ കാരണം അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓവർ സ്പീഡ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ഡ്രൈവർമാർക്ക് പ്രത്യേക ബോധവൽക്കരണവും നൽകി. സെന്റർ സോൺ 2 ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കേന്ദ്രങ്ങളിലും പ്രൈവറ്റ് ബസ്സുകളുടെ പരിശോധനകൾ നടക്കുന്നതായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞു. എറണാകുളം, ഇടുക്കി, കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനകൾ നടക്കുന്നുവെന്നും അധികൃതർ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എറണാകുളം സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഇന്ന് പെരുമ്പാവൂർ RT ഓഫീസിൽ നിന്നുള്ള എൻഫോഴ്സ്മെന്റ് ഓഫീസർമാരാണ്, ഉദ്യോഗസ്ഥരാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. മഴക്കാലം വരികയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ബസ്സുകളിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിശോധന നടത്തുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ ഡ്രൈവറുടെ കാഴ്ച പറയുന്ന രീതിയിൽ ഫ്രണ്ട് ഗ്ലാസ്സിൽ മറ്റ് എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കുകയോ അങ്ങനെ കാഴ്ച പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക. വാഹനത്തിൻ്റെ ലൈറ്റ്, ഇൻഡിക്കേറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നോക്കുക. ബ്രേക്ക് ലൈറ്റ് പ്രവർത്തിക്കുന്നത് നോക്കുക. പിന്നെ ടയറിൻ്റെ കണ്ടീഷൻ, ഇപ്പോൾ ടയർ മോശമായതുകൊണ്ട് ചിലപ്പോൾ അപകടം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ടയർ കണ്ടീഷൻ, അങ്ങനെ മഴക്കാലത്തിന് മുമ്പായിട്ട് നമ്മുടെ വാഹനങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ പരിശോധന നടത്തുന്നത്. അത് അനധികൃത പാർക്കിംഗ് സംബന്ധിച്ചുള്ള കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ താലൂക്ക് സഭയിൽ നമ്മൾ നിർദ്ദേശിക്കുകയുണ്ടായി. അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ കടകൾക്ക് മുമ്പിലൊക്കെ വാഹനങ്ങൾ അനധികൃതമായിട്ട് പാർക്ക് ചെയ്ത് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾ നോ പാർക്കിംഗ് ബോർഡ് വെച്ച് അവിടെ നീക്കാനും നഗരസഭ പോലീസിന് MVDക്കും ഒക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അനധികൃത പാർക്കിംഗ് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി എടുക്കുന്നതായിരിക്കും. ഓവർ സ്പീഡ്, ഇപ്പോൾ ബസ്സിന് ഓവർ സ്പീഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് സ്പീഡ് ഗവർണറുണ്ട്. അതല്ലാതെ തെറ്റായ രീതിയിൽ ചിലപ്പോൾ ആ നിലവിലിപ്പോൾ അനുവദിച്ചാണ് സ്പീഡിൽ തന്നെ തെറ്റായിട്ട് ഓടിച്ചാൽ ആണ് പലപ്പോഴും പല അപകടം സംഭവിക്കുന്നത്. നേരെ തിരിച്ച് പ്രൈവറ്റ് കാറുകളിലൊക്കെ ആണെങ്കിൽ അവരെന്താണ് അമിത വേഗത കൂടുതലായിരിക്കും. കാരണം അതിന് സ്പീഡ് നിയന്ത്രണങ്ങൾ കുറവായിരിക്കും. അപ്പോൾ അവിടെ പ്രൈവറ്റ് കാറുകളും പ്രൈവറ്റ് വണ്ടികളാണ് കൂടുതലായിട്ടും സാധാരണ നമ്മൾ അപകടത്തിൽ പെടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഈ പരിശോധനകളും ഡ്രൈവർമാർക്കുള്ള ക്ലാസുകളും വളരെ ഗുണകരമെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രതികരിച്ചു. റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ട് കേരളത്തിലെ മുഴുവൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിലും പരിശോധന ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ചൊരു ബോധവൽക്കരണവും നടത്തി. പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഡ്രൈവർമാർക്ക് പ്രത്യേക ഒരു ബോധവൽക്കരണം നടത്തി. നമ്മുടെ സംഘടനയുടെ ഭാഗത്തു നിന്നും പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഇന്നൊരു പരിശോധന അവർ നടത്തി. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിലെ MVI ഫെനിൽ ജെയിംസ് തോമസ്, AMV രാജേഷ് കുമാർ PG, പെരുമ്പാവൂർ ഓഫീസിൽ നിന്നുള്ള MVI വത്സൻ, AMV രതീഷ്, AMV ബോണി M തുടങ്ങിയവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. പെരുമ്പാവൂർ PBTA പ്രസിഡന്റ് റസാഖ് KS, PBTA എറണാകുളം ജില്ലാ സെക്രട്ടറി MP മുനാജ്, കോതമംഗലം PBTA അംഗം ഷമീർ റെഡ്ബുൾ, പെരുമ്പാവൂർ PBTA അംഗം ആദിൽ VV തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.